ഹായ് ഹലോ വെൽക്കം ടു മാഗ്നി 360. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എറണാകുളത്തെ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയാലോ. ഇവിടുത്തെ നൈറ്റ് ലൈഫിനെ പറ്റി പറയാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇറങ്ങിയിരിക്കാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ പാടാണ്. അയ്യോ തൃശ്ശൂര് നൈറ്റ് എന്തായാലും അവിടെ പോയാൽ അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ, പുറത്തിറങ്ങി നടക്കാൻ തന്നെ ഉള്ളൂ. ഇവിടെ നല്ല ഇതാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ നൈറ്റ് ലൈഫ് ഉണ്ട്. ഇവിടെ വരുന്ന കളക്ഷൻ എടുക്കാനാണ് വരുന്നത് മെയിൻലി. പിന്നെ പോലീസുകാർ വലിയ ശല്യമൊന്നുമില്ല, നമ്മുടെ നാട്ടിലാണെങ്കിൽ അത്ര ശല്യമൊന്നുമില്ല. എറണാകുളത്തെ പോലീസ് ഒരു രക്ഷയില്ല. പിന്നെ സദാചാരവും ഇല്ല. നല്ലതാണ്, കാരണം നാട്ടിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. സപ്പോർട്ടുണ്ട്, സപ്പോർട്ടില്ല നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. രാത്രി ഒന്നും ഇറങ്ങിയിട്ട് ഏത് ടൈമിലും ഇറങ്ങി നടക്കാം നമ്മുടെ നാടിനെ അപേക്ഷിച്ചിട്ട്. അപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൊച്ചി തന്നെയാണ്. പിന്നെ കൊച്ചി ഫോട്ടോ വെച്ചൊക്കെ വരും. പിന്നെ മറൈൻ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഇവിടെ കുറ്റിയടിച്ച് നിൽക്കുകയാണ്. നമ്മളെ തറവാട് എന്ന് പറയുന്നത് നമ്മളെ മറൈൻ ഡ്രൈവ് ആണ്. ബ്രോ നൈറ്റ് കൊച്ചി പൊളിയാണോ? അപ്പൊ എല്ലാരും പറ ഓവറോൾ നമ്മളെ കൊച്ചിയിലെ ഇപ്പൊ നൈറ്റ് ലൈഫ് നിങ്ങളെ ഇപ്പൊ വന്ന് എൻജോയ് ചെയ്യുന്ന പ്രൈവറ്റ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട് ഈ ടൈമിലും. അപ്പൊ ആ ഒരു ആസ്വാദനം നിങ്ങൾ എങ്ങനെയൊക്കെ വന്നാണ്, എവിടുന്ന് വന്നതാണ്, ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി നമുക്ക് കണക്ട് ചെയ്യാം. അറ്റത്ത് തുടങ്ങി. ഞാൻ കൊല്ലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങളിപ്പോ ഇവിടെ സാബിന്റെ ഒരു കോഴ്സ് ചെയ്യാണ്. ഞങ്ങൾ എല്ലാവരും ഒരു ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. പറയണ്ട, അത് വരും. ഇനി അടുത്ത ഇവൻ പറയട്ടെ. എൻ്റെ പേര് ആൽബി, ഞാൻ വരുന്നത് ചാലക്കുടിയിലാ. ഇവിടെ നൈറ്റ് ലൈഫ് അടിപൊളി, ഫുൾ എൻജോയ്മെന്റ്. എപ്പോഴെങ്കിലും വരാം, എപ്പോഴെങ്കിലും പോവാം. എൻ്റെ പേര് അനന്തു, പത്തനംതിട്ടയിലാണ് വീട്. അപ്പോൾ നമ്മുടെ നാടിനെയൊക്കെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പം നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ കയറുന്ന അവസ്ഥയാണ്. പക്ഷെ ഇവിടെ ഫ്ലോ പോയി. നമ്മുടെ നാടിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. പോലീസുകാർ 1-2 തവണ കണ്ടിട്ടുണ്ട്. വീട്ടിൽ ഇവന്റെ കമ്പനിയാണ്. ഇവനിവിടെ വന്ന് ലോക്കൽ സപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, പോലീസ് ഒരു തവണ കണ്ടുള്ളൂ. അവര് മാന്യമായിട്ട് തന്നെ ഇടപെട്ടത്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ നാട്ടുകാരും നമ്മൾ പൊതുവെ കേട്ട പോലൊന്നും അല്ല. നാട്ടുകാരുടെ കാര്യം ഇവിടെ പൊതുവെ കേട്ട പോലൊന്നും അല്ല. വലിയ സീനൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. എന്റെ പേര് കുമാർ. ഇവ വലിയ ഊക്കലാന്ന് വിചാരം, പക്ഷെ ഞങ്ങളുടെ ഇടയിൽ വരും. പിന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫിനെ പറ്റി പറയാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇറങ്ങിയിരിക്കാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ പാടാണ്. അയ്യോ പത്തനംതിട്ട പിന്നെ പറ്റില്ല. അതാ അരി 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 പിന്നെ പിന്നെ നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ തന്നെ ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട്സായിട്ട് ഇറങ്ങുക. പിന്നെ പോലീസുകാർ വലിയ ശല്യമൊന്നുമില്ല, നമ്മുടെ നാട്ടിലാണെങ്കിൽ അത്ര ശല്യമൊന്നുമില്ല. എറണാകുളത്തെ പോലീസ് ഒരു രക്ഷയില്ല. പിന്നെ സദാചാരവും ഇല്ല. പിന്നെ യുവമാരൊക്കെ കുറച്ച് കമന്റ് അടിയുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വന്ന് സദാചാരം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് എന്നാ നീ മൊഴിഞ്ഞോ? എന്റെ പേര് അസ്ലം, തൃശ്ശൂര്. നൈറ്റ് എന്തായാലും അവിടെ പോയാൽ അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ, പുറത്തിറങ്ങി നടക്കാൻ തന്നെ ഉള്ളൂ. നീ പറ. ഓ സത്യം പരിപാടി. എൻ്റെ പേര് ആകർഷ്, ഞാൻ പട്ടാമ്പിന്ന് വരുന്നത്. അവിടെ ഇതേപോലെ തന്നെയാണ്. ഒരു 10 മണിക്ക് എന്താണ് അവന് കുഴപ്പം? നിന്റെ അവിടുത്തെ പോലെ സിറ്റി അല്ലെങ്കിലും അവിടെ അടിപൊളി തന്നെ. അതെ, എന്താ അവിടെ എന്താ കുഴപ്പം? അടിപൊളി അല്ലല്ലോ. നീ വന്നിട്ടില്ലല്ലോ അങ്ങോട്ടേക്ക്? അടിപൊളിയാണ് അവിടെ. പക്ഷെ നമുക്ക് ഇതേപോലത്തെ ശല്യമൊന്നുമില്ല. നമുക്കവിടെ ഷെഡ് ഉണ്ട്. നമ്മുടെ പാടത്തെ ഷെഡ് ഉണ്ട്. അവിടെ ആകുമ്പോ പിന്നെ ഫുള്ള് സീനാ. എക്സൈസുകാർ മാത്രമേ അങ്ങോട്ടേക്ക് വരത്തുള്ളൂ. വേറെ ആരും മെയിൻ ആയിട്ട് അങ്ങോട്ടേക്ക് വരില്ല. വേറെ മൂടാ അടിക്കാൻ പോയി കഴിഞ്ഞാൽ അവരെല്ലാം കൂടി പൈനാപ്പിൾ കട്ടുകൊണ്ട് വരും. കൊച്ചിയിലെ പെമ്പിള്ളാരൊക്കെ കാണും. നീ സിംഗിൾ ആണെന്ന് കൂടെ പറഞ്ഞുതരാം. ഞാൻ സിംഗിൾ ആണ്. ചുമ്മാതെ 4 ഉണ്ട്. ബെസ്റ്റ് ഒരു ലൈൻ. നീ കണ്ടിട്ടുണ്ട്? നീ എവിടുന്ന് കണ്ടിട്ടുണ്ട്? പോടാ. ഇവനാണ് നമ്മുടെ ലീലാകൃഷ്ണൻ. നമ്മുടെ കൂട്ടത്തിലെ ലീലാകൃഷ്ണനാ. എന്റെ പേര് യദുകൃഷ്ണ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്.
ഒന്നും പറയല്ല, ഇവര് തന്നെ എല്ലാം പിന്നെ വിളിച്ച് പറയുന്നുണ്ട്. മുണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഏറാ. അടുത്ത ആള് ബാദുഷാ. ഞാൻ പത്തനംതിട്ട നിന്നായിരുന്നു. പത്തനംതിട്ട അങ്ങനെ പറയുന്ന എന്നാലും കുഴപ്പമില്ല. എന്താ പറയാ, കൊച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ് വൈബ് ഉണ്ടെങ്കിൽ അടിപൊളിയാ, നല്ല അടിപൊളിയാ. പിന്നെ അടിപൊളി ഫുഡ് സ്പോട്ട് ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. അതെ, ഫുഡ് നല്ലോണം ഉണ്ട്. 3 പേര് ഞാൻ പറയാം. ഇപ്പൊ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തന്നെ അത്യാവശ്യം 2 പറയുന്നത് എന്തോടെ മാതാ ഹോട്ടൽ മെയിനാ. മാതാ ഹോട്ടൽ അത്യാവശ്യം ബഡ്ജറ്റ് സാധനം വന്നാലും നമുക്ക് നല്ല വയർ നിറച്ച് ഫുഡ് ഇറങ്ങും. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നത് രാമൻ ജെഫ് ബിരിയാണി. പക്ഷെ അത് കത്തിയാ എന്നാലും കുഴപ്പമില്ല, പക്ഷെ നല്ല ഫുഡാണ് കേട്ടോ, നല്ല ഫുഡ്. പിന്നെന്താ പറയാ, പിന്നെ നോർമൽ ഫുഡ് സ്പോട്ട് ഉണ്ടല്ലോ, നമ്മുടെ സ്ട്രീറ്റ് ഫുഡ്, എന്നാലും അത് കുഴപ്പമില്ല. ജ്യൂസ് ആണെങ്കിലും കുഴപ്പമില്ല. അതും കൊള്ളാം, അത്യാവശ്യം അങ്ങനത്തെയും കൊള്ളാം. പിന്നെന്താ പറയാ, പിന്നെ മെയിൻ കാര്യം ഫ്രണ്ട്സ് വൈബ് ഉണ്ടോ, അടിപൊളിയാ പൊളിക്കാം. താങ്ക്സ്. എൻ്റെ പേര് അനറ്റ്. ഞാൻ പത്തനംതിട്ട വരെയാണ്. എൻ്റെ കൂട്ടുകാരാണ് ഇവന്. പിന്നെ അവന് ഞാൻ ഈ കൂട്ടത്തിലുള്ളതേ അല്ല. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ ലാൻഡ് ചെയ്തേ ഉള്ളൂ. ചുമ്മാ കഴിക്കാനും വേണ്ടി ഒന്ന് ഇറങ്ങിയായിരുന്നു. അപ്പൊ എന്റെ കൂട്ടുകാർ തന്നെ അവിടെ വഴി വന്ന് കിടക്കുന്നു. ഇമ്മാര് റെയിൽവേ സ്റ്റേഷനിൽ തെണ്ടാൻ വേണ്ടി ഇറങ്ങിയാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിങ്ങ് വന്നു. അതൊന്നും പറയേണ്ട ആവശ്യമില്ല, നീ രാത്രി വന്ന് കളയും. അങ്ങനെ ഇങ്ങനെ പോകുന്നു. നൈറ്റ് ലൈഫ് ഒക്കെ പൊളിയാണ്. നൈറ്റ് വൈബ് ഒരു രസമില്ലല്ലോ ഇപ്പൊ കാണുന്ന ഈ പരുവം തന്നെ ഉണ്ട്. അതാണ് എന്റെ പേര് അമൽ കൃഷ്ണ. എന്റെ വീട് തൃശ്ശൂരാണ്. ചെറുതായിട്ട് ഒരെണ്ണം ഇവിടെ അടിപൊളിയാണ്. എന്റെ ഷോർട്ട് ഫിലിം ഉണ്ട്. നാർക്കോട്ടിക് അഡിക്റ്റ് ആയിട്ട് ഒരാളെ പീഡിപ്പിക്കാൻ പോകുന്നു. അപ്പോ ഇവിടെ വൈബാണ്. ഇതേപോലെ ഫ്രണ്ട്സിനായിട്ട് കമ്പനി അടിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ നമുക്ക് എല്ലാത്തിനും ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ നാട് പോലെയല്ലോ, ഏത് സമയത്ത് ഇറങ്ങി നടക്കാം. എല്ലാം പക്കയാണ് ഇവിടെ. എൻ്റെ പേര് ഫഹീം, തൃശ്ശൂർ. പറയാനൊന്നുമില്ല, തന്നെ ലൈഫ്. ഇവിടെ വൈബ്, അവിടെ ഒന്നും കിട്ടൂല. എന്നിട്ടില്ലാന്ന്. എന്താണ് പരിപാടി ഇവിടെ? എറണാകുളത്ത് നാടുവിടാണോ? അല്ല ആലപ്പുഴ. തൃശ്ശൂർ. നമ്മുടെ എറണാകുളം നൈറ്റ് ലൈഫിനെ പറ്റി ഒരു ചുമ്മാ ഒരു കവറപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഞങ്ങള്. ഇപ്പൊ എങ്ങനെയുണ്ട്, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ? നല്ല ഒരു ഇതാണ്. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് ആദിത്യ. ആരതി. പറഞ്ഞു. ഇവിടെ പഠിക്കുക? ഇവിടെ പഠിക്കാം. എന്ത് പഠിക്കുന്നു? ഞങ്ങൾ പോളിമർ സയൻസ്. വീട്ടേക്കാ? പറഞ്ഞു. ഇവിടെ നല്ല ഇതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ നൈറ്റ് ലൈഫ് ഉണ്ട്. ഫ്രണ്ട്സോട്ടൊക്കെ നമുക്ക് ഏത് സമയത്താണെങ്കിലും പുറത്തിറങ്ങി നടക്കാം അല്ലേ? ഇപ്പൊ എന്താ പരിപാടി? ഇപ്പൊ എന്ത് വെറുതെ റൈഡ് അടിക്കാൻ, സ്ട്രെസ്സൊക്കെ മാറ്റി ചെയ്യാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ നാടും ഇവിടെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും തോന്നുന്നത്? നമ്മുടെ അവിടെ കുറച്ചുകൂടെ എന്താ, ആലപ്പുഴ വെച്ച് നോക്കുമ്പോൾ പ്രകൃതി ഭംഗിയൊക്കെയാണ്. ഇവിടെ കുറച്ചുകൂടെ ഓണാണ്. ലൈഫാണ്. നൈറ്റ് എല്ലാ ആൾക്കാരും കാണും. നമുക്ക് രാത്രി അധികം വീട്ടിൽ തന്നെ ഇരിക്കണം. പിന്നെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ നൈറ്റ് അല്ലേ, നേരത്തെ വീട്ടിൽ കയറണം. അങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ടാവും. ഇതിപ്പം ഇനി വീഡിയോ വന്നിട്ട് വീട്ടുകാർ രണ്ടാ കുഴപ്പമില്ല. നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അല്ലേ? ഓക്കെ അല്ലേ? ഹാപ്പി? അപ്പം എറണാകുളമാണോ ഇഷ്ടം, അപ്പം നാടാണോ ഇഷ്ടം? രണ്ട് രീതിയിൽ. ഓക്കെ, അപ്പോൾ ഓൾ ദിവസം നന്നായിട്ട് പഠിക്കാം. എറണാകുളം നൈറ്റ് ലൈഫിനെ പറ്റി എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെ സ്റ്റുഡൻസ് ആണോ ഇവിടുത്തെ? വർക്ക് ചെയ്യണോ ഇവിടെ? ഓ, എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ ഇൻഫോ പാർക്കിൽ. അപ്പോൾ എല്ലാ വർക്ക് പ്രഷറൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? അങ്ങനെ പറയാം. ഇപ്പോൾ ഒരു നമുക്ക് നൈറ്റ് ലൈഫ് എറണാകുളം വെച്ചിട്ട് നമ്മുടെ നാട് എവിടെ? പത്തനംതിട്ട. പത്തനംതിട്ട. അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ എറണാകുളം ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എറണാകുളത്തെ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ചില്ലായിട്ട് വന്ന് നൈറ്റിലേക്ക് വന്ന് എൻജോയ്. 4 പേരും കൂടെ മറൈൻ ഡ്രൈവ് വെച്ചാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഒരു ഫ്രീ ആയിട്ട് പീസായിട്ട് ഇരുന്നിട്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. പോലീസിൻ്റെ വിഷയമില്ല, നാട്ടുകാരുടെ വിഷയമില്ല. അതിനെ പറ്റി നിങ്ങൾ പറ, നിങ്ങൾക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തൂടെ?
നമ്മളിവിടെ വരുന്ന കളക്ഷൻ എടുക്കാനാണ് വരുന്നത് മെയിൻലി. അതാണ് നൈറ്റ് വർക്ക് പ്രഷർ കഴിഞ്ഞിട്ട് വന്നിട്ട് നൈറ്റ് വന്ന് കളക്ഷൻ എടുക്കാൻ മയൊക്കെ നോക്കണ്ട, ഇവിടെ നിന്ന് കളക്ഷനൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില്ലായിട്ട് ഓരോരുത്തരെ കമ്പനിയാവും. കമ്പനിയായിട്ട് നമ്മളിങ്ങനെ കൂടെ എങ്ങനെ ചില്ലായിട്ട് പോകും. ഓക്കെ. പേരെന്തോ ബ്രോ? എൻ്റെ ആകാശ്. ആകാശ്. പ്രണവ്. പ്രണവ്. അരുൺ. അരുൺ. ആദർശ്. അപ്പൊ പുള്ളി മാത്രമേ ഉള്ളൂ എവിടെ? കണ്ണൂര്. ബാക്കി എല്ലാവരും 2-3 ദിവസമായി നമ്മുടെ കൂടെ വന്നേ ഉള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് ഈ ടീം? എങ്ങനെയുണ്ടോ? അടിപൊളി അടിപൊളി ടീമാണ്. പൊളിക്കാണ്. തൊണ്ടയൊന്നും ഇപ്പൊ സീനില്ലല്ലോ, അതേമാതിരി തൊണ്ടയ്ക്കുന്ന സീൻ. ആ, അപ്പൊ എല്ലാ ദിവസവും നൈറ്റ് ഇവിടെ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പൊ ബേസിക്കലി ഇപ്പം സ്വന്തം നാട്ടിലേക്കാണോ എറണാകുളത്തേക്കാണോ ഇഷ്ടം? സ്വന്തം നാട് വേറൊരു ഫീല്. ഇത് വേറൊരു ഫീല്. നാടൊക്കെ വേറെ വൈവാണ്. ഓക്കേടാ, പൊളിക്കും. പിന്നെ കാണാം, പിന്നെയും കാണണം. ഓക്കെ, ശരി, താങ്ക്സ്. ശരിയാണ്, നമ്മളെ നാട്ടിലോട്ട് പോകുമ്പോൾ നമ്മളൊരു 9 മണിയൊക്കെ ആകുമ്പോൾ നേരെ വീടടങ്ങി. പിന്നെ നമുക്ക് ശരിക്കും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ഉറക്കം വരില്ല. ഒരു 11-12 മണി ആയി കഴിഞ്ഞാലും നമ്മൾ എങ്ങനെയെങ്കിലും പുറത്തോട്ട് കാണാനേ നോക്കുള്ളൂ. എങ്ങനെയെങ്കിലും പുറത്തോട്ട് കാണാനേ നോക്കുള്ളൂ. പക്ഷേ അന്ന് ചിരിച്ച കുഴപ്പമില്ല, അന്ന് നിന്നാ അത് ഫ്രെയിമിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ട്രോൾ ഇടും. ഞാനിപ്പോൾ ഒരു 5 വർഷത്തോളമായി കൊച്ചിയിൽ. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാണ്. ഇവിടെ വർക്ക് ചെയ്യാണ്. ബ്രോ, നല്ലതാണ് ഇവിടെ ഇങ്ങനെ വരണം, നമ്മുടെ നാടും ഇങ്ങനെ മാറണം. ചേഞ്ച് ആണോ? എറണാകുളം ബാക്കിയുള്ള കേരളത്തിലുള്ള ബാക്കിയുള്ള ജില്ലകളും ചേഞ്ച് ആണോ? അല്ലേ? ഹലോ ഒന്ന് വരൂ പ്ലീസ്. പണി വേണ്ട, ഒരു പണിയില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, അതറിഞ്ഞാൽ മതി. അതാണ് ഏറ്റവും പുള്ളിയാണോ നോക്കുന്നത്? ഓക്കെ, പറഞ്ഞു. എങ്ങനെയാണ് ലൈഫ്? എങ്ങനെയുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് വുമൻസിന് അവരായിട്ടുള്ള അവരുടെ രീതിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? തുറന്നു പറയേ. എവിടെ നാട്? കോഴിക്കോടാണ്. അപ്പൊ പറ, നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ എറണാകുളം ലൈഫ്, നൈറ്റ് ലൈഫ് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? നൈറ്റ് ലൈഫ് നാട്ടിലിങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഫ്രണ്ട്സ് ആയിട്ട് എൻജോയ് ചെയ്യാം, ഇതുപോലെ ഓരോ സ്ഥലത്ത് പോയിരിക്കാം. ഇതും ബാക്കിയുള്ള ജില്ലകളിലേക്കാണെങ്കിലും ബാക്കിയുള്ള ഒരു സൊസൈറ്റിയിലേക്കാണെങ്കിലും സ്പ്രെഡ് ആണോ? താല്പര്യമുണ്ടോ? എന്നോട് പറഞ്ഞോ. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ അല്ലേ. ഇവിടെ കുഴപ്പമില്ല. കോഴിക്കോട് ഇടയ്ക്ക് നൈറ്റ് ലൈഫ് ഒക്കെ ഉണ്ട്. വേറെ നോക്കുമ്പോൾ അറിയില്ല, വേറെ പോയിട്ടില്ല. ഓക്കെ ബ്രോ, താങ്ക് യു. എല്ലാവരുടെയും മറുപടി പറഞ്ഞിട്ടുണ്ട്, സന്തോഷം. ഓക്കെ, അപ്പൊ കാണാം. താങ്ക് യു ബ്രോ. അപ്പൊ എന്താണ് പരിപാടി? നമ്മള് കൊച്ചിയിലെ നൈറ്റ് ലൈഫിനെ പറ്റി ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. എല്ലാവരും കാസർഗോഡാണോ? എല്ലാവരും കാസർഗോഡാണ്. അപ്പൊ നിങ്ങൾ കൊച്ചി നൈറ്റ് ലൈഫിനെ പറ്റി നിങ്ങൾക്കായിട്ടുള്ള ഒപ്പീനിയൻ കാണില്ലേ? അതിനെ പറ്റി ഒന്ന് പറയാമോ? അടിപൊളി കറങ്ങാൻ പറ്റിയ നൈറ്റ് ലൈഫ് പറ്റിയ സ്ഥലമാണ് കൊച്ചി. നമ്മള് പോകാറൊക്കെ ഉണ്ട്, മാത്രം കൊച്ചി ഒരു വേറെ ഒരു സുഖ വൈബാണ്. കൊച്ചി വേറെ ഒരു വൈബാണ്. അതുകൊണ്ട് നമ്മള് എവിടേക്ക് ട്രിപ്പ് പോകുമ്പോ കൊച്ചി വരും. ഇപ്പൊ ഇവിടുത്തെ നാട്ടുകാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും ഒരു സീനില്ല. എല്ലാവരും സ്നേഹത്തോടെയാണ്, കമ്പനിയാണ്. ഏത് ടൈമിലും കറങ്ങി നടക്കാം നമ്മുടെ നാടിനെ അപേക്ഷിച്ചിട്ട്. അപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൊച്ചി തന്നെയാണ്. ആ ലൈഫിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്? നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്, വളരെ ഹാപ്പി ഉണ്ട്. നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ആയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കൊച്ചി ഫോട്ടോ വെച്ചൊക്കെ വരും. പിന്നെ മറൈൻ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഇവിടെ കുറ്റിയടിച്ച് നിൽക്കുകയാണ്. നമ്മളെ തറവാട് എന്ന് പറയുന്നത് നമ്മളെ മറൈൻ ഡ്രൈവ് ആണ്. അപ്പൊ ബേസിക്കലി മൊത്തം നമ്മുടെ കേരളം വെച്ച് നോക്കുകയാണെങ്കിൽ ജില്ലകളിലെ ഏറ്റവും ബെറ്റർ എറണാകുളം, കൊച്ചിയാണ് പറയുന്നത്. പിന്നെ ഫസ്റ്റ് കാസർഗോഡ്. കാസർഗോഡ് ഇതിൽ യോജിക്കുന്നില്ലല്ലോ. നമ്മള് കാസർഗോഡ് നമുക്ക് അവിടെ വൈബ് എടുക്കുമ്പോ അതിനെ കുറിച്ച് കിട്ടില്ലല്ലോ. ഒന്ന് ഞാൻ പറയാലോ, 1 കൊച്ചി, 2 ബാംഗ്ലൂർ. 2 അടിപൊളിയാന്ന് വെച്ചാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എല്ലാരും പേരൊന്ന് പരിചയപ്പെടുത്തും. 2 ദിവസം ഗൾഫിൽ നിന്ന്. 2 ദിവസമായി. അപ്പൊ ആ ഗൾഫ് വെച്ചിട്ട് എറണാകുളം എങ്ങനെയുണ്ട്? എറണാകുളം ടോപ്പാണ്. അല്ല, ഇതിന് മുന്നേ എൻജോയ് ചെയ്തിട്ടുണ്ട് ഇവിടെ. എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് ആഷി, കാസർഗോഡ്. എൻ്റെ പേര് അഷ്ഫാഖ്, കാസർഗോഡാണ്. സേഫ്, കാസർഗോഡാണ്. ഇവിടെ വർക്ക് ചെയ്യുന്നത്. അനസ്, കാസർഗോഡ്. ജമ്മു, കാസർഗോഡ്. നല്ല എല്ലാവരെയും ഡ്രസ്സിംഗ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും പക്ക. അതെ അതെ അതെ, നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈല് തന്നെ കാണാൻ നല്ല രസമുണ്ട്. കാസർഗോഡ് വാ, വീഡിയോ ഒക്കെ കൊണ്ടുപോകാൻ നിരവധി ആൾക്കാർക്ക് വരുന്നുണ്ട്.
നാട് വിട്ടത് ഇവിടെ വരുമ്പോ ഒരു ഫ്രീഡം കിട്ടുന്നില്ല അല്ലേ? നമുക്ക് വേണ്ട കാര്യം ചെയ്യാ, വേണ്ടടുത്തൊക്കെ പോവാ, ആരും നോക്കേണ്ട ആവശ്യമില്ല, ഇതാക്കേണ്ട നമ്മുടെ പേഴ്സണൽ ഡിസിഷൻ ആണത്. പിന്നെ അതാണ് അത് നിങ്ങൾ കണക്ട് ആവുന്നുണ്ടോ അറിയാൻ വേണ്ടി ഓക്കെ ബ്രോ, കാണാം. ഓക്കേടാ. എന്താണ് അപ്പം ഞാനിപ്പോ വന്നിരിക്കുന്നത് വെച്ചാൽ എറണാകുളത്ത് നൈറ്റ് ലൈഫിനെ പറ്റി ചോദിക്കാനാണ്. നിങ്ങളുടെ നാട് എവിടെയാണ്? എന്റെ നാട് ഇവിടെ ആലുവ, എറണാകുളം. എറണാകുളത്ത് തന്നെയാണ് ബ്രോ? ആലുവ. അപ്പൊ ഇവിടെ നമ്മുടെ കൂടുതലും പുറത്തുനിന്നുള്ള, ഞങ്ങളിപ്പോൾ കണ്ടത് വെച്ച് ഏറ്റവും കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാരെയാണ് കണ്ടത്. കൊല്ലം, കോഴിക്കോട്, പല ഭാഗത്തുനിന്നും. അവർ പറയുന്നത് എറണാകുളമാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് നമുക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എറണാകുളംകാരായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നല്ല തന്നെ. ആ, നിങ്ങൾ പുറത്തെവിടെയെങ്കിലും പോയി പഠിക്കുക അങ്ങനെയുള്ള? തൃശ്ശൂർക്കാരാണ് ശരിക്കും. 5 വർഷമായി ആലുവയിൽ. ഇവിടെ 5 വർഷമായി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ എറണാകുളത്ത് വന്നിട്ട് ഇപ്പം നമ്മൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ നൈറ്റ് ഒരു 12 മണിക്കാണ് സംസാരിക്കുന്നത്. ആരും നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ പോലീസുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആരും നമുക്ക് എതിരെ പ്രശ്നങ്ങൾ കാണുന്നു വരാറില്ലല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ചോദിച്ചത്? അതിനെങ്ങനെ നോക്കിക്കാണുന്നത്? ഇപ്പം എറണാകുളത്ത് ബേസ് ചെയ്തിട്ട് കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും അങ്ങനെയൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ തൃശ്ശൂർ നാട്ടിലേക്ക് ഇങ്ങനെ ഇത്ര ഫ്രീഡം ഉണ്ടാവില്ല തൃശ്ശൂരിലല്ല. ഏകാന്ത ചന്ദ്രിക പാടിയാലോ? ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. ഇവന്റെ എക്സ്ലേവറാ ചന്ദ്രിക. അയ്യോ അതിടല്ലേ.